നമ്മളപ്പോൾ ഡാൻസിങ് ഗണേശ പെയിൻറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് ഏകദേശം പകുതിയോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗണപതിൻ്റെ ബോഡി, ഫേസ്, കാല്, കൈയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എലിയുടെ ബോഡി നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഗണപതിക്ക് ചെയ്യുന്ന കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് ഗണപതി വൈറ്റ് ആയിരിക്കും, സൈഡിൽ ഫുൾ യെല്ലോ ഷെയ്ഡിങ് ആയിരിക്കും. അപ്പോൾ ആ യെല്ലോ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ഈ രണ്ട് കളേഴ്സാണ്, യെല്ലോ ഓക്കറും പെർമനൻറ്റ് യെല്ലോ മീഡിയം. ഇത് രണ്ടുമാണ് നമ്മൾ ഗണപതിക്ക് ബോഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കളേഴ്സ്. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യാൻ നമുക്ക് നോക്കാം. 1 ഡ്രോപ്പ് യെല്ലോ ഓക്കർ എടുത്തിട്ടുണ്ട്. സെയിം എമൗണ്ട് തന്നെ പെർമനൻറ്റ് യെല്ലോ മീഡിയം എടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ജെനിൻ്റെ ഷോർട്ട് ഹെയർ ബ്രഷാണ്, 2 സൈസിലുള്ള ബ്രഷാണ്. ഇനി നമ്മൾ ഈ പെയിൻറ്റ് കുറച്ചെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫേസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫേസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബോർഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ചായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് വൈറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സ്മഡ്ജായിട്ട് വരണം. വൈറ്റിനോട് മിക്സ് ചെയ്തിട്ട് ഇത് വേറെ തന്നെ ലൈൻ പോലെ കാണാൻ പാടില്ല. നമ്മൾ കണ്ണിൻ്റെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെവിയും ബാക്കി ബോഡിയും ഇതുപോലെ ഷെയ്ഡ് ചെയ്യാൻ പോവുകയെന്ന്. ഓക്കെ, ഇപ്പോൾ ചെവിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിരലുകൾ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് മാത്രം യെല്ലോ ചെയ്ത് കൊടുക്കുക. വിരലിൻ്റെ ഇന്നർ ഭാഗം നമ്മളെപ്പോഴും റെഡാണ് ചെയ്യുക, ഈ ഒരു സൈഡ്. അപ്പോൾ ഈ വിരലിൻ്റെ ഈ സൈഡ് നമ്മൾ യെല്ലോ ചെയ്യില്ല, ഇവിടെ വൈറ്റ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട് ഈ ഭാഗം. നമ്മൾ ലാസ്റ്റ് റെഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ മറ്റേ സൈഡിലും ചെയ്യാം. കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വിടാം. നമുക്ക് ലാസ്റ്റ് റെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വിടാം. ഇതൊന്നും ചെയ്യണ്ട, ഇത് മുടിയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യും ഈ സൈഡ്. അപ്പം നമ്മൾ യെല്ലോ കൊണ്ട് ഒരു ചെറിയ വാഷ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഗണപതിക്ക്, കാല് വരെ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഷെയ്ഡ് ചെയ്യാനാണ് പോകുന്നത്. ഈ വിട്ടിട്ടുള്ള ഈ ഏരിയ മുടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു പോർഷനും മുടി വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു പോർഷനും മുടി വിട്ടിട്ടുണ്ട്. ബാക്കി ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഷെയ്ഡ് ചെയ്യാൻ നോക്കാം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് 0 സൈസ് ബ്രഷാണ്. 0 സൈസ് ബ്രഷാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഡോട്ട് ഷെയ്ഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഡോട്ട് ഷെയ്ഡിങ് ചെയ്യാമെന്ന്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. ഡോട്ട് ഷെയ്ഡിങ് സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡാർക്കറായിട്ട് വരച്ചിട്ടുള്ള ഭാഗത്ത് ഡാർക്കായിട്ട് ഡോട്ട് ഇടുക. അത് ഉള്ളിലേക്ക് അതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ട, ഇതുപോലെ സൈഡിലിങ്ങനെ ഡാർക്കായിട്ട് ഡോട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിനെ കൊണ്ട് വൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2-3 ലെയറൊക്കെ ചെയ്യാം, ഇഷ്ടമില്ല പോലെ.
സെറ്റ് ഓഫ് ഡോട്ട് ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് ഡോട്ട് ഷെയ്ഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ. ഞാനിപ്പോൾ വീണ്ടും അത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 2-3 ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞു. എങ്ങനെയാണ് അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ മുമ്പ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് രണ്ടാമത്തെ കോട്ട് ഡോട്ട് ഷെയ്ഡിങ് ചെയ്യാം, മൂന്നാമത്തെ കോട്ട് ഡോട്ട് ഷെയ്ഡിങ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതിന് റെഫറൻസിന് അത് നോക്കിക്കോളൂ. ഞാനിപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷെയ്ഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെവിയുടെ ഭാഗത്ത് കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കാം. നമ്മൾ എലിയുടെ ഷെയ്ഡിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. അതിന് യൂസ് ചെയ്യുന്ന കളേഴ്സ് പ്രഷ്യൻ ബ്ലൂവും ബേൺസീനിയാണ്. ഒരു സ്മോൾ ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ, അതുപോലെ തന്നെ ഒരു സ്മോൾ ഡ്രോപ്പ് ബേൺസീനിയും ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് കളേഴ്സ് ഉള്ളത്, 2 കളറ്. ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ കളർ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടുക. നല്ല ഡൈല്യൂട്ടഡ് ആയിട്ട് വേണം എലിക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ എടുക്കാൻ. നല്ല ഡാർക്കായിട്ട് എടുക്കാൻ പാടില്ല, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. നന്നായിട്ട് ഈ കളർ ഡൈല്യൂട്ട് ചെയ്യുക, നല്ല ലൂസാക്കുക. ഈ എലി ചെറിയതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് 000 ആണ്. 000ൻ്റെ ഷോർട്ട് ഹെയർ ബ്രഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള എലി വലുതാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബ്രഷ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു കളറ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ ഫസ്റ്റ് ഒരു കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് ലെയർ ഓഫ് ഷെയ്ഡിങ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടൊരു ചെറിയ ഇതുപോലെ ഡാഷസ് ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ഡോട്ട് ഇട്ടതുപോലെ ഇപ്പോൾ ഡാഷസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ ഉള്ളിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ സ്മഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡാഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം ഒരു ലെയറും കൂടെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഗണപതിൻ്റെ ഷെയ്ഡിങ് അതുപോലെ തന്നെ എലീൻ്റെ ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഗണപതിൻ്റെ ബോഡി ഷെയ്ഡിങ്ങും എലീൻ്റെ ബോഡി ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം പകുതിക്ക് മേലെ പെയിൻറ്റിങ്ങിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പൂമാല പെയിൻറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ കുറച്ച് കളർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സ്റ്റോൺസ്, അതുപോലെ കയ്യിൽ ഉള്ളംകൈ, അങ്ങനത്തെ കളേഴ്സൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.